അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം എന്തായി തീരുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മരണാനന്തരം ഒരു ബോഡിയുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഖബറിലെ ആദ്യ രാത്രി ഉദരവും ലിംഗപരിസരവും വീർക്കാൻ തുടങ്ങും. ശരീരം പച്ച നിറമാകും. രണ്ടാം ദിനം ആന്തരാവയവങ്ങൾ നശിക്കാൻ തുടങ്ങും. മൂന്നാം ദിനം ദുർഗന്ധം വമിക്കുവാൻ തുടങ്ങും. ഒരാഴ്ച കഴിഞ്ഞാൽ നാവ്, കണ്ണ്, കവിളുകൾ ദ്രവിക്കാൻ തുടങ്ങും. 10-ാം ദിനം ആന്തരാവയവങ്ങൾ ദ്രവിക്കും. 15-ാം ദിനം മുടികൾ കൊഴിഞ്ഞു വീഴും. 15 ദിവസത്തിനു ശേഷം പ്രാണികൾ വരും. കിലോമീറ്ററുകൾ ദൂരം ദുർഗന്ധമടിക്കും. പുഴുക്കൾ ഉടലെടുക്കും. ശരീരം പൂർണ്ണമായി അവർ ഭക്ഷിച്ചു കഴിയും. 6 മാസം കഴിഞ്ഞാലോ എല്ലുകൾ മാറും. 25 വർഷങ്ങൾക്ക് ശേഷം എല്ലുകൾ പൊടികളായി മാറും. ചെറിയ എല്ലിൻ കഷ്ണം ബാക്കിയാകും. അതിൽ നിന്നായിരിക്കും പുനർജീവനം ഉണ്ടാവുക. ഇതിന് നാം മിനുക്കി പരിപോഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ശരീരത്തിന്റെ അവസ്ഥയാണ്. ഖബർ നമ്മെ കാത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയും, ഞാൻ ഏകാന്തതയുടെ വീടാണ്, കൂട്ടുകാരനെ കിട്ടാൻ ഖുർആൻ ഓതിക്കോളൂ. ഞാൻ ഇരുട്ടറയാണ്, വെളിച്ചം കിട്ടാൻ തഹജ്ജുദ് നിസ്കരിച്ചോളൂ. ഞാൻ മണ്ണിനാലുള്ള വീടാണ്, വിരുപ്പ് കിട്ടാൻ നല്ല കാര്യങ്ങൾ ചെയ്തോളൂ. ഞാൻ പാമ്പുകളുടെ വീടാണ്, അതിനെ തടയാൻ ബിസ്മില്ലാ പതിവാക്കിക്കോളൂ. ഞാൻ മുൻകർ നക്കീറിന്റെ വീടാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ 2 ഷഹാദത്ത് കലിമ പതിവാക്കിക്കോളൂ. അറിയില്ല നമ്മൾ എപ്പോൾ മരിക്കുമെന്ന്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുക. അതായത് നിസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക, ദിക്ർ അധികരിപ്പിക്കുക. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പാലിക്കുക. മരണം നമ്മളോടൊപ്പമുണ്ട്. നമ്മളൊരു അറിവ് മറ്റൊരാൾക്ക് എത്തിച്ചാൽ അവർ ചെയ്യുന്നതിന്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ.